ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസ്കൃതം 2ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. പ്രഥമഃ പാഠഃ വർഷാകാന്തി. ചിത്രം ഉചിതൈഃ വർണ്ണൈഃ പൂർത്തീകരോതു. ഇവിടെ ഒരു ചിത്രം നൽകിയിരിക്കുന്നത് എല്ലാവർക്കും കാണുന്നില്ലേ? ഈ ചിത്രത്തിന് ഉചിതമായ നിറം നൽകുകയാണ് വേണ്ടത്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും മഴക്കാലത്തെക്കുറിച്ചുള്ള ഒരു ഗീതം കേട്ടാലോ? മഴക്കാലത്തെക്കുറിച്ചിട്ടുള്ള ഒരു കവിത പഠിക്കാം എന്നതാണ് പറയുന്നത്. പാഠത്തിൻ്റെ പേരെന്താണ്? വർഷകാന്തി. വർഷകാന്തി എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് വർഷകാന്തി എന്നുള്ള കവിത ഒന്ന് ചൊല്ലി നോക്കാം. വർഷതി മേഘോ ഭുവനതലേ പ്രവഹതി സലിലം കേദാരേ. ഒന്നുകൂടെ ചൊല്ലാം. വർഷതി മേഘോ ഭുവനതലേ പ്രവഹതി സലിലം കേദാരേ. ആദ്യത്തെ 2 വരിയാണ് ഇപ്പോൾ ചൊല്ലിയത്. അടുത്ത 2 വരി. മേഘസമേതം കാഗദനൗകാം രചയതി ബാല ക്രീഡതി ച. ഒന്നുകൂടെ ചൊല്ലാം. മോദസമേതം കാഗദനൗകാം രചയതി ബാല ക്രീഡതി ച. അടുത്ത 2 വരി. വർഷഗീതം ഗായാമ വർഷകാലേ നൃത്യാമ. ഇനി ആദ്യം മുതൽക്ക് അവസാനം വരേക്ക് ഒന്ന് ചൊല്ലി നോക്കാം. വർഷതി മേഘോ ഭുവനതലേ പ്രവഹതി സലിലം കേദാരേ മോദസമേതം കാഗദനൗകാം രചയതി ബാല ക്രീഡതി ച. വർഷഗീതം ഗായാമ വർഷകാലേ നൃത്യാമ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ കവിത ചൊല്ലാൻ പഠിക്കണേ. യൂട്യൂബ് നോക്കിയിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ ഉറപ്പായും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക കേട്ടോ. ഈ പാഠത്തിൽ വരുന്ന പഠന പ്രവർത്തനം നോക്കാം. ബാലകവിതാം സതാളം ആലപതോ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ആ ബാലകവിത എല്ലാവരും ഒരേപോലെ താളത്തിൽ ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പഠന പ്രവർത്തനമാണ് വർഷസംബന്ധീനി ചിത്രാണി സഞ്ചിത്യ സചിത്രപുസ്തകേ യോജയതോ. മഴക്കാലത്തെ കുറിച്ച് കിട്ടുന്ന ചിത്രങ്ങൾ, മഴയെ സംബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങൾ ശേഖരിച്ച് സചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം ചിത്രം ദൃഷ്ട്വാ പദാനി യോജയതോ വദതു ച. തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശരിയായ പദങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ആ പദം എന്താണെന്ന് പറയുകയും ചെയ്യണം. ഉദാഹരണമായി തന്നിട്ടുള്ളത് കേദാരഹ എന്നാണ്. അടുത്തത് മരത്തിൻ്റെ ചിത്രം വൃക്ഷഃ എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ മീനിൻ്റെ ചിത്രം മീനഃ എന്നതിലേക്ക്. അടുത്തതാണ് തോണി. തോണിയുടെ ചിത്രത്തിന് നൗക എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. അടുത്ത പ്രവർത്തനമാണ് അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. ഇവിടെ വ എന്നുള്ള അക്ഷരമാണ് തന്നിട്ടുള്ളത്. വ എന്ന അക്ഷരം വായിക്കുക, കുത്തുകളിലൂടെ യോജിപ്പിച്ച് എഴുതുക. മൂന്നാമത്തെ വ എന്നുള്ള അക്ഷരത്തിന് നിറം നൽകുകയും ചെയ്യുക. അടുത്ത പ്രവർത്തനം അക്ഷരം പൂരയതു വർണ്ണേന ലേപയതു ച. തന്നിരിക്കുന്ന അക്ഷരം വസനം, ജീവനം എന്നിവയാണ്. ആദ്യത്തെ വ എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിച്ച് എഴുതി നിറം നൽകുക. അതേപോലെ ജീവനം എന്നുള്ള വാക്കിലെ വ എന്ന അക്ഷരവും കുത്തുകളിലൂടെ യോജിപ്പിച്ച് നിറം നൽകണം. അടുത്തതാണ് ചിത്രം ഉചിതവർണ്ണൈഃ ലേപയതോ. ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രത്തിന് ഉചിതമായ നിറങ്ങൾ നൽകി ചിത്രത്തെ ഭംഗിയാക്കുക. ഈ ചിത്രത്തിൽ വെള്ളത്തിൻ്റെ ചിത്രമുണ്ട്,
പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വഴികൾ നൽകിയിട്ടുണ്ട്. ആ വഴികൾക്ക് താഴെയായിട്ട് പച്ചക്കറികളുടെ ഫോട്ടോയും നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ വെള്ളത്തിനെ ഈ പച്ചക്കറിയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള വഴി കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുകയും ചെയ്യുക.